നമ്മോടൊപ്പമുള്ളത് സജിത്തും ദൃശ്യനുമാണ്. ഇരുവരും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതും ഈ മേഖലയെക്കുറിച്ച് തന്നെയാണ്. നമസ്കാരം. എത്ര നാളായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുവരും? ഞാൻ 7.5 വർഷം കഴിഞ്ഞു. ഒരു 6 വർഷം. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്, ഓൺലൈൻ ടാക്സി എന്നുള്ള ഒരു ബ്രാഞ്ചിലേക്ക്? തുടക്കകാലത്ത് ഓൺലൈൻ ടാക്സി നമുക്കൊത്തിരി ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. മീൻസ് നമുക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കി, നല്ലതാണെന്ന് തോന്നി, അത്യാവശ്യം റവന്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് കണ്ടിന്യൂ ചെയ്തു. ഞാനും അതുപോലെ തന്നെയാണ്. ഞാൻ പരമ്പരാഗത ടാക്സി മേഖല ആദ്യമേ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഓൺലൈൻ ആവണമല്ലോ, കാലഘട്ടത്തിനനുസരിച്ച് മാറണമെന്നുള്ളതുകൊണ്ട് മാറി വന്നതാണ്. ഇപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇതിൽ തന്നെ നിൽക്കാൻ സാധിക്കുന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ? ഇൻസെൻറ്റീവ് മുതലായ കാര്യങ്ങൾ. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഇല്ല. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഈ മേഖലയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഫ്രീഡം. അപ്പം നമുക്കൊരു ലീവ് എടുക്കണമെങ്കിൽ പോലും നമ്മൾ ആരടുത്തും ചോദിക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ളപ്പം വർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളപ്പോൾ ലീവ് എടുക്കാം. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും വെല്ലുവിളികൾ സാധാരണ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. വില്ലേജ് ഏരിയ ആയിട്ടുള്ള വർക്കല, പൂവാറ്, കോവളം ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ ഉറപ്പായിട്ട് വണ്ടി തടയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിയമവിരുദ്ധമാണ്. നമുക്ക് നിലവിൽ ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ്. അങ്ങനെ ഓൺലൈൻ ടാക്സികൾ തടയാനോ ഡ്രൈവേഴ്സിന് ചീത്ത വിളിക്കാനോ ഒന്നും പാടില്ല. സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണെന്നുള്ളത് കോടതി വിധി ഉള്ളതാണ്. എന്നാലും അവരുടെ നിവൃത്തികേട് കൊണ്ടുവന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവരുടെ ജീവിതമാർഗ്ഗമാണ്. ഇപ്പോൾ വർക്കല പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ്. അപ്പോൾ ഈ കമ്പനികൾ ഇപ്പോൾ ഓൺലൈൻ ടാക്സിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് വൺ സൈഡ് റേറ്റ് അവിടെ പോയിട്ട് അവിടെ നിന്നൊരു ട്രിപ്പ് എടുത്ത് തിരിച്ച് വന്നാലേ ആ ഒരു ഓട്ടം കൊണ്ട് ഈ ഓടുന്ന ഡ്രൈവർക്കൊരു പ്രോഫിറ്റ് ഉള്ളൂ. അവിടെ കൊണ്ടുവിട്ടിട്ട് വരികയാണെങ്കിൽ പെർ കിലോമീറ്റർ 12 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. 1 കിലോമീറ്റർ വാഹനം ഓടണമെങ്കിൽ 5 രൂപ മിനിമം ഫ്യൂൽ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ നിർബന്ധിതമാവുകയാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സ്. എന്നാൽ അവിടുത്തെ ഡ്രൈവർമാർക്ക് അവിടെ നിന്ന് ഈ ഫെയറിൽ കൊണ്ടുവരാനും കഴിയില്ല. ഉദാഹരണം, വർക്കല പോവുകയാണെങ്കിൽ തമ്പാനൂരിൽ നിന്ന് വർക്കല 1200 രൂപ മാക്സിമം ഓൺലൈൻ പ്രൈസ് കാണത്തുള്ളൂ. അത് കൊണ്ടുവിട്ടതിന് ശേഷം ആ വർക്കലയിൽ നിന്ന് ഒരു ട്രിപ്പ് തമ്പാനൂർ വരുമ്പോൾ അത് 800 രൂപ ആ റേഞ്ചിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ വർക്കല കിടക്കുന്ന ഒരു ഡ്രൈവർക്ക് 1 കിലോ 800 രൂപയ്ക്ക് ഡ്രോപ്പ് ചെയ്താൽ അവർക്കത് പ്രോഫിറ്റ് അല്ല. അപ്പോൾ അവരത് ചെയ്യില്ല. അവർ നിലവിൽ അവർക്കൊരു 2000 രൂപയെങ്കിലും മിനിമം ഫെയർ, സർക്കാർ ഗവൺമെൻറ് ഫെയർ ഉണ്ടല്ലോ, ആ ഫെയർ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ തടയുന്നേ ഉള്ളൂ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഇവിടുത്തെ സർക്കാർ ഈ ഒരു ഫെയർ സിസ്റ്റം അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇതിന് ഈ ഒരു തല്ലൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുള്ളൂ. അല്ലാതെ കമ്പനിയുടെ ഇഷ്ടത്തിനാണെങ്കിൽ കമ്പനി എപ്പോഴും കസ്റ്റമർ ഫ്രണ്ട്ലി മാത്രമാണ്. ഡ്രൈവേഴ്സിനെയോ ഡ്രൈവർമാരെ വരുമാനത്തെയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. എപ്പോഴും കസ്റ്റമർ ഫ്രണ്ട്ലി മാത്രമാണ്. ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാഹനങ്ങൾ കൊടുക്കുക, ഈ ഒരു കാര്യം മാത്രമാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഡ്രൈവർമാർക്ക് ഉപകാരമായിട്ട് തുടങ്ങിയ കാലം മാത്രമാണ് ഡ്രൈവർമാർക്കൊരു ഉപകാരം ഉണ്ടായിരുന്നത്. ആൾക്കാർ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം അത്ര മാത്രമേ കമ്പനി ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന വില്ലേജ് ഏരിയകളിൽ അവിടെ ഉള്ള ലോക്കൽ ടാക്സി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പ് ആൻഡ് ഡൗൺ ഫെയർ കിട്ടുക എന്നുള്ളതാണ്. അപ്പം നിലവിൽ യൂബറിൽ അല്ലെങ്കിൽ ഓലയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ഔട്ട് സ്റ്റേഷനിലേക്ക് ഒരു ട്രിപ്പ് ബുക്കിംഗ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ ബുക്ക് ചെയ്യുന്ന റൈഡർ എടുത്ത് ഫെയർ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കുക. കാരണം നമുക്ക് അവിടുന്ന് റിട്ടേൺ വരുന്നതിനുള്ള ഫ്യൂൽ എക്സ്പെൻസ് എങ്കിലും മേടിക്കുക. അതിന് നമ്മൾ ഈ റൈഡറടുത്ത് സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് കൂടുതൽ ഫെയർ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആ ഡ്രൈവറെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, അവരുടെ വരുമാനത്തെ ബാധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പല ഡ്രൈവർമാർ ഈ വൺ സൈഡ് ഫെയറിന് പോകാൻ നിർബന്ധിതരാകുന്നത്, അവിടുന്ന് തിരിച്ച് ട്രിപ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാരണമാണ് പലപ്പോഴും ഇപ്പോഴും പല സ്ഥലങ്ങളിലൊന്നും ഊബർ ഫെസിലിറ്റി ഇല്ലാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ല. അവിടെയുള്ള ഈ ലോക്കൽ ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാകും. ഒരിക്കലും ഏതൊരു ഏരിയയിലായാലും ഒരു വില്ലേജ് ഏരിയ പോയിട്ട് ഇവിടെ ഉള്ള ഒരു വണ്ടി ഒരു വില്ലേജ് ഏരിയ പോയിട്ട് അവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് പോകുന്ന ഡ്രൈവർ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ആളായിട്ട് തിരിച്ച് എതിർത്ത് നിൽക്കാൻ അവിടെ ഉള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അപ്പം അതൊരു വലിയ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ ഔട്ട് സ്റ്റേഷൻ ട്രിപ്പുകൾക്ക് ഒരു ഫെയർ അഡ്ജസ്റ്റ് ചെയ്യാം ഓൺലൈൻ പ്ലാറ്റ്ഫോം. എങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പം ഊബർ ടാക്സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഊബർ ഓട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോം ഓൺലൈനിൽ ആയാലും ഒരു തുക നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പം ആ തുക തന്നെ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? എത്രയാണ് ഈ കമ്പനിയുടെ ഷെയർ ആയിട്ട് വരാറ്?
ഇപ്പോൾ ശരിക്കും അവരുടെ പഴയതുപോലെയുള്ള കമ്മീഷൻ ഇല്ല. ഇപ്പം നമുക്ക് അവർ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് വരുന്നത് ഒരു ദിവസം 165 രൂപയാണ്. അത് നമ്മൾ ഒരു ട്രിപ്പ് ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ ഈ പ്ലാറ്റ്ഫോം ഫീ ഓട്ടോമാറ്റിക് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാറ്റ്ഫോം ഫീ 165 രൂപ നമ്മളെ ഈടാക്കിയിട്ട് ഇപ്പോൾ ഈ ഓഫ് സീസൺ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഒരു ഡ്രൈവർക്ക് ഒരു ട്രിപ്പൊക്കെയാണ് കിട്ടുന്നത്. ഒരു ട്രിപ്പിൻ്റെ മിനിമം ഫെയർ നമുക്ക് വരിക്കുന്നത് 143 രൂപയാണ്. ഈ 143 രൂപ നമുക്ക് കിട്ടുമ്പോൾ അവർ 165 രൂപ പ്ലാറ്റ്ഫോം ഫീ നമ്മളെ ഈടാക്കും. പിന്നെ ഒരു 10 രൂപ അല്ലാതെ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കും. അപ്പോൾ മൊത്തം 175 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ചിലപ്പോൾ ഒരു ദിവസം ഒരു ട്രിപ്പ് 143 രൂപ ട്രിപ്പാണ് ഈ ഓഫ് സീസണിൽ പല ആൾക്കാരും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതല്ലാതെ ഈ പ്ലാറ്റ്ഫോം ഫീ നമ്മൾ കൊടുത്താലും ഔട്ട് സ്റ്റേഷൻ ട്രിപ്പുകൾക്ക് അവർ കമ്മീഷൻ എടുക്കുന്നുണ്ട്. അത് ഏകദേശം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വർക്കല 1200 രൂപയുടെ ഒരു ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ ഏകദേശം ഒരു 300 രൂപയോളം പോകുന്നുണ്ട് അല്ലേ? അത്രയും പ്ലാറ്റ്ഫോം ഇത് കമ്മീഷൻ പോകുന്നുണ്ട്. സിറ്റി റൈഡുകളിൽ മാത്രമാണ് കമ്മീഷൻ എടുക്കാതെ പ്ലാറ്റ്ഫോം ഫീ മാത്രം പോകുന്നത്. പിന്നെ ഇതിന് മുന്നേയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. കാരണം ഒരു ദിവസം ഒരു ട്രിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ പ്ലാറ്റ്ഫോം ഫീ എന്നുള്ളത് ഒരു മിനിമം ട്രിപ്പിൻ്റെ എണ്ണം വെക്കണം. മിനിമം ഇത്ര ട്രിപ്പ് എടുത്താൽ പ്ലാറ്റ്ഫോം ഫീ, ആ ഒരു സംഭവം ഇല്ല. അതുപോലെ തന്നെ ഈ ടിപ്പ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും കസ്റ്റമേഴ്സിന് കാണാറുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അത്രയും തുക അത് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ. പലപ്പോഴും ഈ സ്വിഗ്ഗിക്കാരൊക്കെ പറയാറുണ്ട് നിങ്ങൾ ടിപ്പ് ആഡ് ചെയ്യല്ലേ, ഞങ്ങൾക്ക് അത് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിലടക്കം നിങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു സമയം? അവിടെ പലപ്പോഴും നമ്മൾ ഊബറിൽ നോക്കുമ്പോൾ ഒരുപാട് റേറ്റ് കാണാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ടാണോ? എങ്ങനെയാണ്? വാഹനത്തിൻ്റെ അവൈലബിലിറ്റി കുറയുകയും കസ്റ്റമറുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ റേറ്റ് കൂടും. അത് സർജ് എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റേറ്റ് കൂടുതൽ കാണിക്കുന്നതാണ് അങ്ങനെ. പിന്നെ രാത്രി കാലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിലും മദ്യപിച്ച് വാഹനത്തിൽ കയറി പ്രശ്നങ്ങളുണ്ടാക്കുക, അങ്ങനെയുള്ളതുണ്ടാകുക. ട്രാവൽ ചെയ്തിട്ട് കാശ് തരാതെ ഇറങ്ങി പോവുക, ഗൂഗിൾ പേ ചെയ്തിട്ട് ഇതായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞങ്ങ് പോവുക. പിന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. റൈഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. കാശ് മേടിക്കേണ്ട ഉത്തരവാദിത്വം ഡ്രൈവറിൻ്റെയാണ്. അവർ തരാത്തത് നിങ്ങളത് സഹിക്കുക എന്നാണ് കമ്പനികൾ പറയുന്നത്. കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയണത് അങ്ങനെയാണ്. അത് മുന്നേയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂബറിലാണെങ്കിൽ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പം റൈഡർ പേയ്മെൻറ്റ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ല. അതുണ്ടായിരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല, അങ്ങനെ ക്ലോസ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നീട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് റീഫണ്ട് ചെയ്യുമായിരുന്നു. അത് ഇവിടുത്തെ ഡ്രൈവർമാരെ കാരണം തന്നെയാണ് കമ്പനി എടുത്ത് കളഞ്ഞത്. മിക്കുള്ളവരും കാശ് മേടിച്ച് കാശ് തന്നില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനി വാലറ്റിൽ ക്യാഷ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അത് മിസ്യൂസ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ. ഇത് ഈ മേഖലയിലുള്ളതാണ്. ഡ്രൈവേഴ്സ് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സംവിധാനം നല്ലതാണ്, ബെറ്ററാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഊബർ എന്ന് പറയുന്ന സംവിധാനം വളരെ ബെറ്റർ സംവിധാനമാണ്. പക്ഷേ ഒരുപാട് ഡ്രൈവേഴ്സ് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കമ്പനി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നപ്പോഴേക്കും ബാക്കിയുള്ളവർക്കും അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമൊക്കെ നടക്കുന്നതിനാൽ തന്നെ ഫോറിനേഴ്സ് ഒന്നും എത്തുന്നില്ല. അതുപോലെ തന്നെ പല മേഖലയും ഇപ്പോൾ ഇല്ല. അതായത് ഹോട്ടലുകളിലൊക്കെ തന്നെയും സേവനമൊക്കെ നിലച്ചൊരു മട്ടാണ്. അപ്പം ഈ ഒരു സമയത്ത് എന്തെങ്കിലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഇന്ധന ചാർജ് കൂടിയാൽ പോലും ഒന്നുമില്ല. ഇതിന് മുന്നേ നമുക്ക് ആ കോവിഡ് വന്ന സമയത്ത് ഓലയിൽ നിന്ന് ഡ്രൈവേഴ്സിന് ഒരു 3 തവണ 500 രൂപ വെച്ചിട്ട് ധനസഹായം തന്നിട്ടുണ്ട്. അല്ലാതെ യൂബറിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴും ഈ ഓഫ് സീസൺ ആയിരുന്നു, ട്രിപ്പ് ഇല്ലാതിരുന്ന സമയം, യുദ്ധം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരുവിധ സഹായവും കിട്ടിയിട്ടുമില്ല. പിന്നെ ട്രിപ്പും വളരെ മോശമായിരുന്നു. അവർ തരാൻ ബാധ്യസ്ഥരല്ല. യൂബർ എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മുടെ തൊഴിലാളികളായിട്ടല്ല ഊബർ അംഗീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പാർട്ട്നേഴ്സാണ്. നല്ല രസമുള്ള പേരല്ലേ, പാർട്ട്ണർമാരാണ്. പക്ഷെ ഒരു ഗതിയില്ല, അതാണ് അവസ്ഥ. അവർ യാതൊരു അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വമില്ലല്ലോ. ഇൻഷുറൻസ് വേണ്ട, ഇൻഷുറൻസ് തരണ്ട, ഇത് വേണ്ട, പ്രോബ്ലം ഫണ്ട്, ഇത് PC ഒന്നും വേണ്ട. കസ്റ്റമേഴ്സ് ആണ് അവരുടെ മെയിൻ കാര്യം. നിങ്ങളൊക്കെ അവരെ സഹായിക്കുന്നു എന്നുള്ളൊരു രീതി. പാർട്ട്ണർമാരാണെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ടൊരു വാഹനം പോലും ഇല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ് യൂബർ. നമ്മളെ പാർട്ട്ണർമാരാക്കി വെച്ചുകൊണ്ട് അവർ സർവീസ് നടത്തുന്നു. പക്ഷേ തൊഴിലാളിക്ക് പുറമേ അടിമപ്പണിയാണ് നിലവിൽ ഓരോ ഡ്രൈവർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു ട്രിപ്പ് രാവിലെ നമുക്ക് ഒരു ട്രിപ്പ് വരുന്നു, ഊബറിൻ്റെ നിയമപ്രകാരം നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. പക്ഷേ നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ അസറ്റ്മെൻറ്റ്സ് റേറ്റ് താഴെ പോയി, പിന്നെ അടുത്ത ട്രിപ്പ് കിട്ടത്തില്ല. ഒരു ക്യാൻസലേഷൻ വന്നാൽ കസ്റ്റമറൊന്നും ക്യാൻസൽ ചെയ്യില്ല. നമ്മളതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുന്നതിൽ ഒരുപാട് ഈ ഒരു ക്യാൻസലേഷനും അസറ്റ്മെൻറ്റ്സ് റേറ്റൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ പല വിധത്തിലുള്ള കസ്റ്റമേഴ്സാണ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരുപാട് ആളുകളുടെ സ്വഭാവം വേറെയാണ്, കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പം ഇവരുമായിട്ടൊക്കെ തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടോ ഈ തുക സംബന്ധിച്ചുള്ള കാര്യം? ഏർപ്പെടുകയും അക്കൗണ്ടുകൾ ബ്ലോക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. ആണല്ലേ? നായയും കൊണ്ടുവരുന്നവരുണ്ട്, പൂച്ചയും കൊണ്ടുവരുന്നവരുണ്ട്. സ്വയം നമ്മുടെ വണ്ടിയുടെ ഒരു കാർ സീറ്റൊക്കെ പെറ്റുള്ള അല്ല, നമ്മുടെ ഇഷ്ടമാണ് എടുക്കാൻ. പക്ഷേ ഇവരിത് കൊണ്ടുവന്ന് നമ്മളെ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യും. നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവർ കീറിക്കഴിഞ്ഞാൽ 2500-3000 രൂപ ഒരു സീറ്റ് കവർ ചിലവ് വരും. ഇവർ തരുന്ന 143 രൂപയാണ്. അതിൽ നിന്ന് വേണം ഈ 2500 രൂപ നമ്മൾ കണ്ടെത്താൻ. അപ്പോൾ നമുക്ക് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളത് ഒഴിവാക്കുകയാണെങ്കിൽ അവരപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യും. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ചത്തേക്ക് അക്കൗണ്ട് ബ്ലോക്കായി. വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല, അങ്ങോട്ട് ചെയ്യാനൊന്നുമില്ല. ചെയ്യാനുണ്ട്, പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് തിരിച്ച് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ പക്ഷേ ഒരു റൈഡർ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൊബൈൽ നമ്പറിൽ മാത്രമുള്ളതാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഡ്രൈവർ ആപ്പ്, റൈഡർമാർ ആപ്പ് എന്ന് പറഞ്ഞാൽ വെറും മൊബൈൽ നമ്പറിൽ മാത്രമുള്ളതാണ്. ഡ്രൈവർമാർ ആപ്ലിക്കേഷനിൽ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഈ 2 സാധനം, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഇത്രയും സാധനം ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പം ഒരു ഡ്രൈവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവും, മറ്റൊരു അക്കൗണ്ട് പോസിബിൾ അല്ല. ഒരു വണ്ടി നമ്പർ, പിന്നെ അടുത്ത വണ്ടികൾ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡ്രൈവർ അക്കൗണ്ടാണ് മെയിൻ. നമ്മുടെ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മിക്കവാറും ഈ തിയേറ്ററുകളിൽ നിന്ന്, റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ ബുക്കിംഗ് വരും, മോളുകളിൽ നിന്നൊക്കെ. ഇവരൊക്കെ കയറുമ്പോൾ കയ്യിൽ ഒന്നുകിൽ കപ്പലണ്ടി അല്ലെങ്കിൽ ഐസ്ക്രീം, ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വണ്ടിക്കകത്തിരുന്ന് കഴിക്കും. നമ്മൾ പോലും അറിയാതെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം വണ്ടിക്കകത്തിന് വെക്കുകയാണെങ്കിൽ നമ്മൾ അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടും. അടുത്ത പാസഞ്ചർ കയറുമ്പോൾ വണ്ടിക്കകത്ത് ഇതുപോലുള്ള സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഇവർ നേരെ കംപ്ലയിൻറ്റ് ചെയ്യും, വണ്ടിക്ക് വൃത്തിയില്ല. അത് നമ്മളെ ബാധിക്കും. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സീറ്റ് ചവിട്ടും. അപ്പം ഈ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും വണ്ടിക്കകത്ത് ഇരുന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല പറയുമ്പോൾ അവർ നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഫ്രണ്ട് സീറ്റിൽ കുട്ടികളെ ഇരുത്താൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ അവർ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് സീറ്റ് ഇരുത്തിയാൽ കൊണ്ട് പോകുന്നത്, പക്ഷെ നമുക്കത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പേര് കംപ്ലയിൻറ്റ് ചെയ്യും. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. യാഥാർത്ഥ്യമൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ചില സ്ഥലത്ത് നമ്മൾ ട്രിപ്പ് എടുക്കാൻ ചെല്ലുമ്പോൾ 5-6 പേര് ബുക്ക് ചെയ്തേക്കുന്നത് ചെറിയ വാഹനമായിരിക്കും. 4 പേർക്ക് മാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനം. അതിൽ നമ്മൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പിന്നും കംപ്ലയിൻറ്റ്. കാര്യം അതെടുക്കാൻ പറ്റില്ല, നിയമപ്രകാരം അതെടുക്കാൻ പാടില്ല. ഓവർ സീറ്റിംഗ് കപ്പാസിറ്റി ആൾക്കാരുണ്ടെങ്കിൽ എക്സൽ ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ 5-6 ആളുണ്ടെങ്കിൽ അവർ യൂബർ ഗോ ബുക്ക് ചെയ്യും. നമ്മളവിടെ ചെല്ലുമ്പോൾ പറയും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വന്നിട്ട് അനുഭവപ്പെട്ട ഏറ്റവും മോശം അനുഭവം, അതുപോലെ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു അനുഭവം ഏതായിരിക്കും ഇപ്പോൾ ഓർക്കുമ്പോൾ? ഏറ്റവും മോശം അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിയനിലുള്ള ഒരു മെമ്പർക്ക് ഉണ്ടായ അനുഭവമാണ്. പുള്ളി കരിക്കകം ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു 2 നമ്മുടെ അതിഥി തൊഴിലാളികളെ ഡ്രോപ്പ് ചെയ്ത് അവർ കയറിയിട്ട് അവിടെ അടുത്തുള്ള ടർഫിൽ നിന്ന് ഇവിടെ അത്യാവശ്യം നല്ല ഉന്നതിയിലുള്ള പോലീസ് ഓഫീസർമാരുടെ മൊബൈൽ ഫോണും പേഴ്സും എല്ലാം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ പോലീസുകാർ നേരെ നമ്മുടെ യൂണിയനിൽ ബന്ധപ്പെടുകയും നമ്മുടെ യൂണിയനിലുള്ള വണ്ടി ആയതുകൊണ്ട് ഡ്രൈവറെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ആ ഡ്രൈവറെ പിടിച്ച് അകത്തിരുത്തി. അതായത് ഈ ബംഗാളികളെ കെട്ടിയാലേ വിടും. ഊബറിൻ്റെ ഓഫീസിൽ പോയിട്ട് പോലും ഈ ബംഗാളികൾ ബുക്ക് ചെയ്ത ഐ ഡി ഏതാണ്, അവരാരാണ്, അവരുടെ മൊബൈൽ നമ്പർ എന്താണ്, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതായത് നിലവിൽ ഊബറിലോട്ട് ഇവിടുത്തെ കേരള സർക്കാരോ പോലീസ് സംവിധാനത്തിനോ ഒന്നിനും ഒരു ആക്സസും ഇല്ല. ആ വന്ന ആൾക്കാരെ പിടിക്കാൻ പറ്റിയില്ല. അതേസമയം നമ്മുടെ കേരള സവാരിയിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ബുക്ക് ചെയ്ത ആൾ ആരാണെന്നുള്ളത് കറക്റ്റ് ഡീറ്റെയിൽസ് ഓഫീസിൽ ചെന്ന് എടുക്കാൻ പറ്റും. ഇതെടുക്കാൻ പറ്റിയില്ല. ഒരു 2-3 ദിവസം ഇതിന് പുറകെ നടന്നു ഈ ഡ്രൈവർ. അപ്പോൾ അയാൾ ചെയ്ത എന്താ, ഒരാൾ റോട്ടിൽ നിന്നു, അയാൾ അവിടെ കൊണ്ട് വിട്ടു എന്നുള്ള തെറ്റ് മാത്രമേ ഉള്ളൂ. അവൻ അവിടെ കയറി മോഷണം നടത്തിയത് ഈ ഡ്രൈവറെ കുഴപ്പമല്ല. പക്ഷേ ഡ്രൈവർ 2-3 ദിവസം സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. അവരെ കിട്ടിയില്ല, അവരെ ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. ആകെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ മേഡം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്ന ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തു, എവിടെ പോയി, എത്ര രൂപ കളക്ട് ചെയ്തു, എന്നിട്ടൊരു ട്രാക്കിംഗ് ID എന്ന് പറഞ്ഞൊരു ID ഉണ്ട്. ഈ ID മാത്രമാണുള്ളത്. ഇത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഊബർ കമ്പനിക്ക് വേണം. പക്ഷേ ട്രിവാൻഡ്രം ഓഫീസിനോ കൊച്ചി ഓഫീസിനോ ഒരു രീതിയിലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമറെ ട്രാക്ക് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. ബിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവരെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ വേണ്ടേ, ഇവിടുത്തെ സംവിധാനം ആ രീതിക്ക് കൊണ്ടുവരണം. ഇതൊക്കെയാണ് നടക്കുന്നത്. ചേട്ടന് ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ? മോശം അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. രാത്രി മദ്യപിച്ചിട്ട് യാത്ര ചെയ്യാനായിട്ട് വന്നിട്ട് അവരുമായിട്ട് പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ അവർ പറയുന്ന ലൊക്കേഷൻ, അവർ പറയുന്ന വഴി കൂടെ വണ്ടി പോകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ നല്ല അനുഭവങ്ങളെന്ന് പറയുമ്പം എപ്പോഴും നമ്മുടെ വാഹനത്തിൽ കയറി വളരെ മാന്യമായിട്ട് യാത്ര ചെയ്തിട്ട് നമുക്ക് എന്താണ് നല്ല ഡ്രൈവിംഗ് ആയിരുന്നു, കംഫർട്ടായിരുന്നു, അങ്ങനെയുള്ള അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതേപോലെ തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുമ്പം ഫാമിലിയുടെ ആണെങ്കിലും പലരും ഈ നാട്ടിലുള്ള ആളുകളല്ല, പ്രത്യേകിച്ച് ഊബർ ഓട്ടോ അല്ല, ഊബർ ടാക്സി നോക്കുകയൊക്കെ ആണെങ്കിൽ പല നാട്ടിൽ നിന്ന്, ഇപ്പം ചേട്ടനാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ്. അപ്പം നിങ്ങൾക്ക് റെന്റ് അടയ്ക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അങ്ങനെ ഈ ടാക്സി മേഖലയിലുള്ളതെല്ലാം പല ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ തന്നെ. അതെ അതെ, ഇവിടെ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഇവിടെ യൂബർ ഡ്രൈവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ യൂണിയനുകൾ എങ്ങനെയാണ് പ്രധാനമായിട്ടും? സംഘടനകളുണ്ട്, അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംഘടനകളാണ്, ഒരു പാർട്ടിയും ഇല്ലാത്തതായിട്ടുള്ള സംഘടനകൾ. ഒരു സംഘടനയിൽ ഇല്ലാത്ത ആൾക്കാരും യൂബർ ഓടിക്കുന്നുണ്ട്. അപ്പം ഈ സംഘടനയെ ത്രൂ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഊബറിനെ ഒരുവിധമൊക്കെ അറിയിച്ചിട്ടുണ്ട്. കുറേ അക്കൗണ്ടുകൾ ബ്ലോക്ക് ആക്കിയതൊക്കെ അറിയിച്ചപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഈ സംഘടനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, അതെ, വെൽഫെയറിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും വേറൊരു മേഖലയിലുള്ള തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലെ ഓൺലൈൻ ടാക്സി മേഖലയിലുള്ള തൊഴിലാളി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രധാന കാരണം പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. പിന്നെ ഒരിക്കലും ഈ ഓൺലൈൻ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും ഒരുമിച്ച് ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് പോലും വിളിക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. അതേപോലെ സർക്കാരിൻ്റെ ഭാഗത്ത് ഒത്തൊരുമയില്ല എന്നുള്ളത് വളരെ ഇതാണ്. സംഘടനകളുണ്ടെങ്കിലും 200 പേര് സംഘടനയിലുണ്ടെങ്കിൽ ഒരാവശ്യം പറഞ്ഞാൽ വെറും 50 പേര് മാത്രം അല്ലെങ്കിൽ 30 പേര് മാത്രം പങ്കെടുക്കുന്ന രീതിയൊക്കെയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനമൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ, ക്ഷേമനിധി അടക്കം നമ്മളെ കാര്യങ്ങളിൽ കുറേ അടിച്ചേൽപ്പിക്കുന്നു, GPS അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ലാണ്ട് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇന്നേ വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. നമ്മൾ ഏകദേശം ഇപ്പോൾ 10 വർഷം ആയി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്ന് വരെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് യാതൊരു കാര്യവും ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിരന്തരം GPS, ക്ഷേമനിധി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ അല്ലാണ്ട് ഇതൊരു സർക്കാർ അണ്ടറിൽ കൊണ്ടുവരിക, ഇവരും തൊഴിലാളികളാണ്, അപ്പോൾ അവർക്കുള്ള ഒരു മിനിമം വേതനം, സർക്കാർ ഫെയർ, ഇതൊക്കെ അതിൽ ആഡ് ചെയ്യണമെന്നുള്ള ഒരുപാട് ലെറ്ററുകൾ ഒരുപാട് പ്രാവശ്യം സെക്രട്ടേറിയറ്റ് അടക്കം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈ GPS-നെ കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ബാധ്യത തന്നെയായി മാറുന്ന ഒരു സംഭവമാണ് ഈ ട്രാക്കർ. 7000 എത്ര നമ്മൾ സംസാരിച്ചപ്പോൾ 2 വർഷം കൂടുമ്പോൾ വണ്ടി ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് GPS റിന്യൂ ചെയ്യണം. ഇതിനായിട്ട് നമുക്കൊരു 7000 രൂപ ചിലവ് വരുന്നുണ്ട്. ഈ GPS ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ 7 വർഷത്തിന് പുറത്തായി GPS കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിലുള്ള പാസഞ്ചറിനെ കൊണ്ട് ഡ്രൈവറെ കാരണം പാസഞ്ചറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ വാഹനം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാനിക് ബട്ടൺ ഉണ്ട്. ഇതിൽ അമർത്തി കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിയന്തര സഹായം കിട്ടും എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 2 പേരുടെയും വണ്ടി പുറത്ത് കിടപ്പുണ്ട്, GPS ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ അതിലിപ്പോൾ ഒന്ന് പ്രസ് ചെയ്താൽ 10 മിനിറ്റ് എന്നല്ല, ഇനി ഒരു 6 മാസം കഴിഞ്ഞാലും ഒരാളും വരാൻ പോണില്ല. ഇത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതുപോലെ തന്നെ GPS നമുക്ക് ശരിക്കും ട്രാക്കറാണ്, നമുക്ക് വണ്ടി എവിടെ നിൽക്കുന്നു എന്നുള്ള ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് അതുപോലും വരുന്നില്ല. അപ്പം ഇത് സർക്കാരിന് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇന്ന് വരെ GPS ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിങ്ങളെ ഇങ്ങനെ കയ്യിൽ നിന്ന് നിയമവിരുദ്ധമായിട്ടാണ് ഓരോ കാര്യവും. ഊബർ കമ്പനി പല കാര്യങ്ങളിലും ഇന്ത്യൻ നിയമം വ്യവസ്ഥയ്ക്ക് എതിരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ നിന്നൊരു വണ്ടി തമിഴ്നാട്ടിൽ പോകുന്നു, തമിഴ്നാട്ടിൽ കന്യാകുമാരി വന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ച് ഒരു ട്രിപ്പ് എടുക്കാനാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. പക്ഷേ നിലവിൽ അവിടെ നിന്ന് ഒരു ട്രിപ്പ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേരള വണ്ടിക്ക്. അപ്പോൾ തമിഴ്നാട് വണ്ടിക്ക് ഇവിടെ ഒന്നും ട്രിപ്പ് എടുക്കാനുള്ള പെർമിഷനും ഇല്ല. അങ്ങനെ എടുത്ത് വരുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി ഇരിക്കുന്ന ആൾക്കാർക്കും വണ്ടിക്കും ഡ്രൈവർക്കും ഒന്നും ഒരു ഇൻഷുറൻസും കിട്ടില്ല. പക്ഷേ കമ്പനി ആവശ്യപ്പെടുന്നത് നിങ്ങൾ എടുക്കുമെന്നാണ്. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനാണ് കമ്പനി ഡ്രൈവർമാരെ പ്രസ് ചെയ്ത് ഫോഴ്സ് ചെയ്യണം. പക്ഷേ അതൊന്നും ഇവിടുത്തെ സർക്കാരിന്, ഗവൺമെൻറ്റിനോ MPDക്കോ ഒന്നും ഒരു പ്രശ്നമുള്ള കേസല്ല, അവരെ ഇന്ന് ബാധിക്കുന്ന കാര്യങ്ങളല്ല. കാര്യം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ഇന്ന് വരെയും സർക്കാരും തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ല, ഈ പറഞ്ഞ കമ്പനികളും അംഗീകരിച്ചിട്ടില്ല. നമുക്ക് പാർട്ട്ണർമാരാണ്. ഊബർ എന്ന് പറയുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ പാർട്ട്ണർമാരാണ്. പക്ഷെ ഒരു ഗതിയില്ല. അതേപോലെ സ്പീഡ് ലിമിറ്റ് ഒക്കെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോട്ടോർ വാഹന വകുപ്പാണ് ഈ ടാക്സി വാഹനങ്ങൾക്ക് 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ശരിക്കും നമ്മുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇത് ടാക്സി വാഹനങ്ങളിലല്ല വേണ്ടത്, സ്വകാര്യ വാഹനങ്ങളിലാണ് ഇതിൻ്റെ ആവശ്യം. കാരണം ഇപ്പം ഞാൻ എൻ്റെ ടാക്സി വാഹനം ഓടിക്കുമ്പോൾ അതിൽ പാസഞ്ചർ ഇരിക്കുമ്പോൾ എനിക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ കംഫർട്ടിനനുസരിച്ച് മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലെനിക്ക് റാഷ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെ പിന്നെ കൂടുതലായിട്ടും ആൾക്കാർ ടാക്സി ആശ്രയിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും.
എയർപോർട്ടിൽ പോകാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ആ സമയത്ത് ഈ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മളൊക്കെ കൂടുതലും ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കിപ്പം നാഷണൽ ഹൈവേസ് ഉണ്ട്, 8 വരി പാതകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് സ്പീഡ് ലിമിറ്റ് 100ഉം 110ഉം ഒക്കെ ഉണ്ട്. അവിടെയും നമുക്ക് 80 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ GPS ഫിറ്റ് ചെയ്തിട്ടില്ലാത്ത സ്വകാര്യ വാഹനങ്ങളുണ്ട്, കള്ളർ ടാക്സി ആയിട്ട് വിടുന്നു, അങ്ങനെയുള്ള വാഹനങ്ങൾ ആശ്രയിക്കും. കാരണം അവർക്ക് സമയ ലാഭമാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ പെർമിറ്റ് എടുക്കേണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അവർ അതിനെ ആശ്രയിക്കും. അപ്പോൾ അത് ടാക്സി ഡ്രൈവേഴ്സിനെ ബാധിക്കാറുണ്ട്. പിന്നെ ഈ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വകാര്യ വാഹനങ്ങളാണ് അതിൻ്റെ ആവശ്യം. കൂടുതലും ഈ സ്വകാര്യ വാഹനങ്ങളാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. നമ്മളിപ്പം നമ്മളെടുത്ത റോഡ് അപകടങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓവർ സ്പീഡിൽ യാത്ര ചെയ്തിട്ട് അപകടം ഉണ്ടാക്കുന്ന കൂടുതലും സ്വകാര്യ വാഹനങ്ങളാണ്. ടാക്സി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 10-200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നവരാണ്. അത് പ്രൊഫഷണൽ ഡ്രൈവർമാരാണ്. ബാക്കി ഓൺബോർഡ് വാഹനങ്ങൾ മാക്സിമം എത്ര ഓടും? ഇപ്പോൾ 2023 രജിസ്റ്റർ ചെയ്തൊരു വണ്ടി ഇപ്പോൾ 1,50,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്രത്തോളം ഓടി? അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഈ സ്പീഡ് കൊണ്ട് നമ്മൾ മധുര രാമേശ്വരം റോട്ടൊക്കെ പോകുന്നിടത്ത് ഉറക്കം വരും. ഈ 80 ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ള വണ്ടികളൊക്കെ 100-120 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ഈ 80 ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചേർന്ന് പോകും. അപ്പോഴേക്കും സ്വാഭാവികം ഡ്രൈവർക്ക് ഉറക്കം വരും. അത് മാത്രമല്ല നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ ലോങ് ട്രിപ്പുകൾ ചിലപ്പോൾ ഒരു ദിവസം 700-800 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ഒരു ദിവസം 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് വെക്കുമ്പം നമുക്ക് ഉറങ്ങാൻ ഉള്ള സമയമാണ് അവിടെ മിസ്സാകും, നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഡ്രൈവർമാരുടെ ആരോഗ്യത്തിന് അത് ബാധിക്കും. കൃത്യമായിട്ട് ഉറക്കം വേണം എന്നൊക്കെ പറയുന്നവർ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് രാമേശ്വരം പോകാനായിട്ട് ഒരു 400-420 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ നമുക്ക് വലിയ ഹൈവേയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത വാഹനമാണ് എങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂർ, ഈ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള വാഹനത്തിൽ പോകുന്നതിനുള്ള ഏകദേശം 2 മണിക്കൂർ നമുക്ക് ലാഭിക്കാൻ പറ്റും. ആ 2 മണിക്കൂർ ഈ പോകുന്ന ഡ്രൈവറിന് റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. ആ സമയം നമുക്ക് കിട്ടത്തില്ല. ചിലപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ രാമേശ്വരം പോയിട്ട് അവർ ജസ്റ്റ് അമ്പലത്തിൽ കയറാൻ പോകുന്ന ആളായിരിക്കും. അവിടെ അമ്പല ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരാണ്. ആ അമ്പല ദർശനത്തിന് പോകുന്ന ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. ഈ സ്പീഡ് ലിമിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് 2 മണിക്കൂർ അധികം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. KSRTC ബസ്സുകളിലില്ലല്ലോ. ദൂരയാത്ര പോകുന്ന KSRTC ഒരു ബസ്സിലുമില്ല. അവർക്കാണല്ലോ അത് വേണ്ടത്. ബസ്സിനെക്കാളും എന്തോരം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ളതാണ് കാറുകൾ, അതിലില്ല. പക്ഷെ KSRTC ബസ്സുകളിൽ. അതുപോലെ തന്നെ ബൈക്ക് ടാക്സിയുടെ ഒരു വരവ് ഇപ്പം ഇവിടെ അനുമതിയൊക്കെ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടൊക്കെ ആപ്പിലൊക്കെ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് തീർച്ചയായും ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. കാരണം അവർ അതിന് പറയുന്നത് തന്നെ ബൈക്ക് ടാക്സി എന്നാണ്. ഈ ടാക്സി എന്ന് പറയുമ്പോൾ തീർച്ചയായും യെല്ലോ ബോർഡ് വേണം. ഈ വൈറ്റ് ബോർഡുള്ള വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളാണ്. അപ്പോൾ അതിലെങ്ങനെ ടാക്സി സർവീസ് നടത്താൻ പറ്റും? ഇവിടെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും സർക്കാരും എല്ലാം അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് എങ്ങനെ അനുമതി കൊടുക്കാൻ പറ്റും? അതിന് എന്ത് സേഫ്റ്റി ഫീച്ചറാണ് അവർ പറയുന്നത്? ഇപ്പം അങ്ങനെയുള്ളൊരു ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വകാര്യ വാഹനത്തിൽ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അയാൾ നിയമിക്കുന്ന ഡ്രൈവർ അവർ ഓടിക്കുന്ന സമയത്ത് അതിലുള്ള പാസഞ്ചേഴ്സ് അവരുടെ വീട്ടുകാരാണെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി അവർക്ക് ക്ലെയിം കിട്ടും. ഈ ഒരു ബൈക്ക് ടാക്സി ആയിട്ട് ഒരു സ്വകാര്യ വാഹനം ഉപയോഗിക്കുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് എന്ത് സേഫ്റ്റി ഉണ്ട്? ആ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടു, അവർക്ക് എന്ത് കിട്ടും? ഇവിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയാണ് ബൈക്ക് ടാക്സിക്ക് പെർമിഷൻ കൊടുത്തത്. പക്ഷേ അവർ കൊടുത്തത് ബൈക്ക് ടാക്സിക്കാണ്. ആ പെർമിഷൻ കമ്പനികൾ ചൂഷണം ചെയ്യണം. അതിൻ്റെ മറവിൽ ബൈക്ക് ടാക്സിയുടെ മറവിൽ ഓൺ ബോർഡ് വാഹനങ്ങൾ വെച്ചാണ് സർവീസ് നടത്തുന്നത്. മിക്കുള്ള സ്ഥലങ്ങളിലും എറണാകുളത്തൊക്കെ ബൈക്ക് ടാക്സിയിൽ ട്രിപ്പ് എടുത്ത പയ്യന്മാർക്ക് പിടിച്ച് പോലീസ് 3,800 ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 81 രൂപ ട്രിപ്പ് എടുക്കാൻ പോകും, വെഹിക്കിൾ പിടിച്ചു കഴിഞ്ഞാൽ 3,000-3,500 ഫൈൻ അടിച്ചു കൊടുക്കും. നോക്കുമ്പോൾ വെറും 20 രൂപ. പക്ഷെ അവനെ പോകുന്ന വഴിക്ക് വെഹിക്കിൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ പോകുന്ന ഡ്രൈവർ 3,800 4,000 ഫൈൻ അടയ്ക്കും. മോട്ടോർ വാഹന അത് കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വമല്ല. അത് മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് ബൈക്ക് ടാക്സിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇരുചക്ര വാഹനങ്ങൾ ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്നും. അവരത് ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ അവർ കൊടുത്തിട്ടില്ല. ബൈക്ക് ടാക്സിക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ബൈക്ക് ടാക്സി സർവീസ് നടത്തുന്നത് കേരളത്തിൽ ബൈക്ക് ടാക്സി, അതായത് 2 വീലർ ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള നിയമമില്ല. പക്ഷേ ഇവിടെ ബൈക്ക് ടാക്സി ഇവർ അനുമതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായി ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പാർട്ട് ടൈം ജോബായിട്ടൊക്കെ വിദ്യാർത്ഥികളടക്കം ഊബർ എടുക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം ഊബറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഒരു ബിസിനസ് ആയിട്ടൊക്കെ കുറേ വാഹനങ്ങൾ എടുത്ത് അങ്ങനെയൊക്കെ സർവീസ് നടത്തുന്ന ഈ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവരോട് എന്താണ് പറയാനുള്ളത് പ്രധാനമായിട്ടും?
പുതുതായിട്ട് വരുന്നവരടുത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് വരട്ടെ, ആൾക്കാർ കടന്നു വരട്ടെ. കാരണം പുതിയതായിട്ട് ആൾക്കാർ ഓൺലൈൻ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ, ഓൺലൈൻ ടാക്സി മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കൂടുതൽ വിപുലമാവും. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും മുക്കിലും മൂലയിലും ഓൺലൈൻ ടാക്സികൾ അവൈലബിൾ ആവുന്ന ഒരു സമയം വരും. അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോഴും നിലവിൽ സിറ്റിയിൽ മാത്രമാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. സിറ്റിക്ക് പുറത്തോട്ട് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ ആൾക്കാർ മേഖലയിലേക്ക് കടന്നു വന്ന് കൂടുതൽ വിപുലമാകുമ്പോൾ എല്ലായിടത്തും ഇത് അവൈലബിൾ ആവും, എല്ലാവരും ഇത് ഉപയോഗിക്കും, എല്ലാവർക്കും ട്രിപ്പുകൾ കിട്ടും. പക്ഷെ ഇതിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് മാന്യമായിട്ടുള്ള ഫെയർ മേടിച്ച് ട്രിപ്പ് എടുക്കാൻ നോക്കുക. ഈ കൂടുതൽ യാത്രക്കാരെ കയറ്റി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. ഇപ്പം നിലവിൽ ഈ പറയുന്ന ഊബറിലാണെങ്കിൽ യൂബർ ഗോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലവർ പറയുന്നത് മാക്സിമം 4 പാസഞ്ചറാണ്. പക്ഷേ ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യുന്നത് 5 പാസഞ്ചർ ഉണ്ടെങ്കിൽ 6 പാസഞ്ചർ ഉണ്ടെങ്കിൽ യൂബർ, അതായത് വാഗണാർ, ഓൾട്ടോ, സ്വിഫ്റ്റ് ഡിസയർ പോലുള്ള വാഹനങ്ങൾ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇൻക്ലൂഡിങ് ഡ്രൈവർ 5ആണ്. പക്ഷേ ഇവർ ഇൻക്ലൂഡിങ് ഡ്രൈവർ 6ഉം 7ഉം ആൾക്കാരുമായിട്ട് ട്രിപ്പ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധി അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ അവർക്ക് തന്നെ ദോഷം ചെയ്യും. കാരണം കൂടുതൽ പാസഞ്ചറുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പോലീസ് ചെക്കിങ്ങിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല എമൗണ്ട് ഫൈൻ കൊടുക്കേണ്ടി വരും. പോകുന്ന വഴിക്ക് വാഹനത്തിന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരില്ലേ, മെജോറിറ്റി ആൾക്കാരും നല്ല ഒരുപാട് വരുമാനം ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. പെർ ഡേ 4000-3000 രൂപ ഏർണിങ്സ് കിട്ടുമെന്നുള്ള ഒരറിവിലാണ് വരുന്നത്. പക്ഷെ അത്രയൊന്നും കിട്ടത്തില്ല. കാര്യം പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടിന് ആദ്യത്തെ 3 മാസം മുതൽ 6 മാസം വരെ കമ്പനികൾ പ്രയോറിറ്റി കൊടുക്കും. ആ ടൈമിൽ ഈ പറയുന്ന പെർ ഡേ ഒരു 3000 രൂപ 3500 രൂപ ഏർണിങ്സ് ഉണ്ടാവും. പക്ഷേ ഈ 6 മാസം കഴിയാൻ നേരത്ത് ആ ഏർണിങ്സ് നേരെ 1000 രൂപയിലോട്ട് പോകും. അപ്പോൾ പുതിയ ആൾക്കാർ അതും കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. അതേപോലെ തന്നെ ഈ സോക്കോൾഡ് വർഷങ്ങളായിട്ടുള്ള പാർട്ട്നേഴ്സിനെ എല്ലാവരും തള്ളി മാറ്റിയിട്ടാണ്. അതെ. പുതിയ ആൾക്കാർ വരുംതോറും പഴയ ആൾക്കാരെ കമ്പനികൾ പുറത്താക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി, ഇപ്പം ഞാനൊക്കെ യൂബറോടെന്ന് പറഞ്ഞിട്ട് 7 വർഷത്തിന് പുറത്തായി. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം വണ്ടികൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് വണ്ടിക്ക് പഴക്കം കൂടുമ്പം അവർക്ക് ട്രിപ്പ് കൊടുക്കുന്നത് കുറയ്ക്കുന്നുണ്ട്. ഒരു 4 വർഷത്തിൽ കൂടുതൽ പഴക്കമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ട്രിപ്പ് കൊടുക്കുന്നത് കുറയ്ക്കും. പുതിയ വണ്ടികൾക്കാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ 7 വർഷം 8 വർഷം പഴക്കമുള്ള വണ്ടികൾ ഓടുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അന്ന് യൂബറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം വണ്ടി എടുത്തവരാണ്. പിന്നെ കുറേ ആൾക്കാർ ഇപ്പം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിച്ച് യൂബറിൽ ഓടുന്നവരുണ്ട്. അവരൊക്കെ യൂബറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വണ്ടി എടുത്ത് ഓടുന്നവർ. പക്ഷെ അവർക്ക് വണ്ടിയുടെ കാലപ്പഴക്കം കൊണ്ട് ട്രിപ്പ് കൊടുക്കാതെ അവരെ തഴയുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ഇനിയും ഉള്ള ഒരു ഭാവിയിൽ എന്തൊക്കെ വെല്ലുവിളിയായിരിക്കും ഈ ഒരു മേഖല പ്രധാനമായിട്ട് നേരിടാൻ പോകുന്നത്? ഓൺലൈൻ ടാക്സി മേഖലയിൽ ഇനിയിപ്പോൾ ഊബർ കമ്പനി പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു വെല്ലുവിളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ KSRTCയുടെയും കോർപ്പറേഷൻ്റെയും മറ്റേ ഇലക്ട്രിക് ബസ്സുകളുണ്ട്. അത് കൂടുതലും സിറ്റികളിൽ തന്നെ എല്ലാ ചെറുവഴികളിലും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. നേരത്തെ നമുക്ക് കൂടുതലും ഈ സിറ്റിക്കകത്ത് തന്നെ ചെറിയ വഴികളിൽ ഉള്ളിൽ നിന്ന് ഒത്തിരി ട്രിപ്പ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രിക് ബസ് വന്നപ്പോഴത്തേനും അത് നമ്മളെയും ഓട്ടോറിക്ഷക്കാരെയും ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ KSRTCയും കോർപ്പറേഷനും ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാ ഇപ്പോൾ കൊച്ചുവേളിയിലായാലും സെൻട്രലിലാണെങ്കിലും ട്രെയിൻ വരുന്ന സമയത്ത് 3-4 ബസ്സുകൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ എയർപോർട്ടിൽ ബസ് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് അവരവിടെ ബസ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമുക്ക് കൂടുതലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ബസ്സിൻ സർവീസ് കാരണം നമുക്കതില്ലാതായി. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കൊച്ചുവേളിയിൽ ആണ് ഇപ്പോൾ കൂടുതൽ ട്രെയിനുകൾ വരുന്നത്. അവിടെയൊക്കെ നമുക്ക് രാവിലെ ട്രെയിൻ വരുന്ന സമയത്ത് കൂടുതലും ഡിമാൻഡ് വരുമായിരുന്നു, റേറ്റ് ഹൈക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ രാവിലെ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് 4-5 KSRTC ബസ്സുകളാണ് അവിടെ വരുന്നത്. കിഴക്കേക്കോട്ടയിലേക്ക്, തമ്പാനൂരേക്ക്, കഴക്കൂട്ടത്തേക്കല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടുന്നതേ ഇല്ല. അതുപോലെ തന്നെ സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടാൻ പ്രധാനമായിട്ടുള്ളത്? നമുക്കറിയാം ക്ഷേമനിധി അടക്കം അവർ പറയുന്നത് ആ ഒരു കാര്യമായിരിക്കും പറയാം. പക്ഷെ അതൊക്കെ ഒരുപാട് വെല്ലുവിളിയുണ്ട്. എന്താണ് ആവശ്യപ്പെടാനുള്ളത്? സർക്കാരിനോട് ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം സർക്കാരിൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക. സർക്കാരിൻ്റെ ഇത് റേറ്റ്, അതായത് ഗവൺമെൻറ് റേറ്റ് 5 കിലോമീറ്റർ 250 രൂപയാണ്. 5 കിലോമീറ്റർ മിനിമം ചാർജ്. നമ്മൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 143 രൂപയ്ക്കാണ് മിനിമം ചാർജ്. അപ്പോൾ കമ്പനിയുടെ കൺട്രോളിങ് ഒരുവിധമെങ്കിലും ഗവൺമെൻറ് അണ്ടറിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, ആ സംവിധാനത്തിൻ്റെ അണ്ടറിലായിരിക്കണം എന്നാണ് നമ്മുടെ. ബാക്കിയുള്ള എല്ലാ വകുപ്പുകൾക്കും മന്ത്രിമാരും ഉണ്ട്, അത് നിയന്ത്രിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഓൺലൈൻ മേഖലയിലും ഓൺലൈൻ ടാക്സി മേഖലയിലും സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയെ അവർ നിയമിക്കുക. ആ ഓൺലൈൻ ടാക്സിയുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനായിട്ട് അവരുടെ റേറ്റ് കാര്യങ്ങളെല്ലാം സർക്കാർ പ്രതിനിധി വഴിയായിരിക്കണം. നിലവിൽ കർണാടകയിലൊക്കെ
ലേബർ ബോർഡുണ്ട്. ഓൺലൈൻ ടാക്സി ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ലേബർ ബോർഡുണ്ട് സർക്കാരിൻ്റെ. അവരതിനനുസരിച്ച് സർക്കാർ സംവിധാനത്തിലാണ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ അതുപോലെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആയാൽ മാത്രമേ ഈ ഒരു മേഖല മുന്നോട്ട് പോകത്തുള്ളൂ. ഈ നിലവിൽ പോവുകയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും കമ്പനി ചൂഷണം ചെയ്യുകയാണ്. കമ്പനി ചൂഷണം ചെയ്യുന്നു. ഡ്രൈവർമാർ ഒരുപാട് പേര് കമ്പനി ചൂഷണം ചെയ്യുന്നു. ഇപ്പം നിലവിൽ ഇവിടെ ഒരു പരിധിവരെ ആൾക്കാർ നിവൃത്തികേട് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പോയെന്നവരാണ്. കാര്യം ഇവരൊക്കെ ആദ്യമായിട്ട് വന്ന് വാഹനങ്ങൾ റെൻറ്റിനെടുത്തിട്ട് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്വന്തമായിട്ട് വാഹനങ്ങൾ എടുത്തിട്ട് ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിപ്പം ഈ വണ്ടി വിറ്റിട്ട് വേറൊരു പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ട് നിൽക്കുന്നത്. അത് ഇങ്ങനെ, അതായത് അതാണ് ഈ പ്രയോറിറ്റിയുടെ കാര്യം പറഞ്ഞത്. ആദ്യത്തെ 6 മാസത്തെ പ്രയോറിറ്റി കാണുമ്പോൾ എന്തിന് റെന്റ് കൊടുക്കണം, എന്തിന് ഞാൻ റെന്റ് കൊടുക്കണം, അതിനൊക്കെ EMI അടയ്ക്കുന്നതിൽ ലാഭം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വണ്ടി എടുക്കും. പക്ഷേ 800 രൂപ മുതൽ 1200 രൂപ വരെ ഒരു ദിവസം റെന്റ് കൊടുത്താണ് ഓരോ ആൾക്കാർ വണ്ടി എടുത്ത് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 25 ദിവസം ഓടുന്ന ഒരാളെ നോക്കുമ്പോൾ 800 രൂപ വെച്ച് റെന്റ് കൂട്ടി നോക്കുവാണെങ്കിൽ 20,000 രൂപ റെന്റായി. സ്വന്തമായിട്ടൊരു വാഹനം എടുക്കുകയാണെങ്കിൽ ഒരു 12,000 13,000 EMI വരത്തുള്ളൂ. അങ്ങനെ സ്വന്തമായിട്ട് വാഹനം എടുക്കും. പക്ഷേ ഒരു 2 മാസം കഴിയുമ്പോഴത്തേനും ഈ ഓട്ടം നേരെ താഴെ പോകും. പിന്നെ അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നിലവിലെ വരുമാനം. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു, നോക്കുന്നു, ഡ്രൈവർ കിട്ടുന്നു, പിൻ നമ്പർ കൊടുക്കുന്നു, പോകുന്നു. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ല. ഇത്രയും പ്രതിസന്ധിയിലൂടെയാണ് കമ്പനിയുടെ ചൂഷണം മറുവശത്ത് നടക്കും, അതേപോലെ പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മോഷണം പെരുമാറ്റം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മേഖല തന്നെയാണ്. ഇതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഒപ്പം വന്നതിനും ഈ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞതിനും ഒരുപാട് നന്ദി. താങ്ക് യു. നമ്മുടെ പ്രശ്നങ്ങളും മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷം അല്ലേ? അതെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.